ഹലോ, ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു നെക്ക് ഡിസൈൻ നോക്കാം. അതിനായിട്ട് നമ്മുടെ ലൈനിങ് പീസ് കട്ട് ചെയ്തതിന് ശേഷം മെയിൻ ക്ലോത്തിലേക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ നമുക്ക് ക്യാൻവാസ് എടുത്തിട്ട് നമുക്ക് ഏതാണോ നെക്ക് ഡിസൈൻ വേണ്ടത് ആ ഒരു നെക്ക് ഡിസൈന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ക്യാൻവാസിൻ്റെയും ക്ലോത്തിൻ്റെയും സെൻറ്റർ പോർഷന് കറക്റ്റായിട്ട് വെച്ച ശേഷം നമ്മളൊന്ന് പിൻ കുത്തി സെക്യൂർ ചെയ്യുക. ശേഷം ഈ ക്യാൻവാസിൻ്റെ ഷേപ്പിലൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം ഇതിലൂടെയാണ് നമ്മുടെ സ്റ്റിച്ചിങ് വരേണ്ടത്. അപ്പോൾ ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഏതാണോ നെക്ക് ഡിസൈൻ ചെയ്യാൻ വിചാരിക്കുന്നത് അതൊന്ന് വരച്ചു കൊടുക്കുക. ഞാൻ ഈ ഒരു ഡിസൈനാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഇതിപ്പോൾ ക്ലോത്തിൽ മാർക്ക് ചെയ്തിട്ട് ഫ്രെയിമിലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റിലെ സ്കാലപ്പിൻ്റെ ലെയർ ഞാനിപ്പോൾ സാധാ അരി വർക്ക് നമ്മൾ ത്രെഡ് കൊണ്ടാണ് ചെയ്യുന്നത്. സാധാ അരി വർക്ക് ചെയ്യുന്ന ത്രെഡ് തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ആ ഫസ്റ്റിലെ ലെയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലത്തെ ഒരു സ്റ്റോൺ ലേസ് എടുത്തിട്ടുണ്ട്. ഈ സ്റ്റോൺ ലേസ് വെച്ചിട്ട് ഇതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്കാലപ്പിന് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ സ്കാലപ്പിൻ്റെ ഷേപ്പിലേക്ക് നമ്മൾ സ്റ്റോൺ ലേസ് ഇതേപോലെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം അത് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നമ്മൾ ഗം ഉപയോഗിച്ച് ഓരോന്നോരോന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതേപോലെ നല്ല കട്ടിയിൽ കിട്ടും. ഇനി ഇതേപോലത്തെ കുഞ്ഞി ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ സൈഡിലൂടെയുള്ള വരകളൊക്കെ ഒന്ന് നമ്മൾ തുന്നി കൊടുക്കുന്നത് കേട്ടോ. അത് അരി വർക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ അതിൻ്റെ ആ കറക്റ്റ് ഷേപ്പിൽ ചെയ്തിട്ട് ഇതിൻ്റെ അറ്റത്തൊക്കെ ഞാൻ ചെറിയൊരു കല്ല് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇതിൽ വീഡിയോ കട്ടായിപ്പോയി കേട്ടോ. എന്നിട്ട് ഇതേ ബീഡ്സ് തന്നെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ലീഫ് തുന്നി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇതേപോലത്തെ ഗോൾഡൻ കളറിലുള്ള നമ്മുടെ കുന്തൻ സ്റ്റോൺ ഇല്ലേ, അത് ഈ ഒരു ഷേപ്പാണ്, ലീഫിൻ്റെ മോഡൽ ഷേപ്പാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ലീഫിൻ്റെ ഇടയിലൂടെ ഇത് വെച്ച് കൊടുക്കാമെന്ന്. ഇനി നമ്മുടെ വൈറ്റും അതേപോലെ ഈ ഗോൾഡൻ കളറില്ലേ ഇതേപോലത്തെ സ്റ്റോൺ വെച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പ് വരുന്നിടത്തൊക്കെ ഒന്ന് ഒട്ടിച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ഡിസൈനിനെ. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ നെക്ക് ആ റൗണ്ട് ഷേപ്പിന് ശേഷം വരുന്ന ഗ്യാപ്പില്ലേ ആ ഗ്യാപ്പിലൊക്കെ എൻ്റെ അടുത്തുള്ള വേറൊരു ബീഡ്സ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. ഒരു പ്രത്യേക ഒരു ഫ്ലവറിൻ്റെ ഒക്കെ മോഡൽ ഷേപ്പുള്ളൊരു കല്ലാണ് കേട്ടോ. പെട്ടെന്ന് കണ്ടാൽ റൗണ്ടാന്ന് തോന്നും. അതൊന്ന് അവിടെ ഇവിടെ ആയിട്ട് ഒട്ടിച്ച് ഇതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണിത്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഇതേ മെത്തേഡിൽ തന്നെയാണ് ഞാൻ ഇതിൻ്റെ സ്ലീവ് ചെയ്തത്. പക്ഷേ സ്ലീവ് കുറച്ച് ആ സ്കാലപ്പിന് പകരം ലൈന് പോലെയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഈ ഒരു നെക്കിൻ്റെയും സ്ലീവിൻ്റെയും ഫൈനൽ ലുക്ക് കേട്ടോ.